ലോകത്തെ അതിശയിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഒരു കൂറ്റൻ കനാൽ ഒരുങ്ങുകയാണ്. അയൽ രാജ്യങ്ങളൊക്കെ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും താലിബാൻ സർക്കാർ അതിന് വലിയ രീതിയിൽ സമ്മതം നൽകുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് സംവിധാനം ഒരുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യുദ്ധവും കെടുതിയും ദുരന്തങ്ങളും മാത്രം കഥ പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പേരാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ന് വികസന പാതയിലേക്ക് അവർ നീങ്ങുന്നു. ലോകാടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ വ്യത്യസ്ത ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അഫ്ഗാൻ്റെ രാഷ്ട്രീയ ഭൂമിക കഥ പറയുന്നത്. ഇന്നത്തെ വിഷയം നമുക്ക് അഫ്ഗാനിസ്ഥാനിലും അതിൻ്റെ വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ കനാലുമായി ബന്ധപ്പെട്ട വിവാദവുമാണ് ചർച്ച ചെയ്യുന്നത്. 400 കിലോമീറ്റർ അകലെയുള്ള, അതായത് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനത്ത് 400 കിലോമീറ്റർ അകലെയുള്ള കോശപ്പ കനാൽ എന്നൊരു സംവിധാനമാണ് പുതിയതായിട്ട് അവർ മിനുക്കുപണി ആരംഭിച്ചിരിക്കുന്നത്. 115 മീറ്റർ വീതിയുള്ള ഒരു കനാലിനെ ഭാഗിച്ചുകൊണ്ട് അവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആമു ദരിയ നദിയുടെ ഏകദേശം 18% വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അഫ്ഗാൻ മരുഭൂമിയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവൃത്തി ആരംഭിച്ചത്. 5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ. 6000 തൊഴിലാളികൾ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ ജോലി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു കനാൽ നിർമ്മിക്കുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ ലക്ഷ്യമായിരുന്നു. കൃഷിയോഗ്യമായിരിക്കുന്ന ഭൂമിയിലേക്ക് വെള്ളമില്ലാത്തതിൻ്റെ പ്രയാസം അവരനുഭവിക്കുന്നു. അതിൽ നിന്ന് മോചനമുണ്ടാവുക എന്നുള്ളതും സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതുമാണ് ലക്ഷ്യം. പല വസ്തുക്കളും അഫ്ഗാനിസ്ഥാനിലേക്ക് ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വല്ലാതൊന്നും വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നില്ല. കാര്യം അവിടെ ദുരന്തവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് പല കാലഘട്ടവും കഴിഞ്ഞു പോയത്. ഈ താലിബാൻ ഇപ്പോൾ ഭരണത്തിലേറുന്നതിൻ്റെ ഏകദേശം 20 വർഷത്തോളം അവിടെ ഭരണം നടത്തിയത് അമേരിക്കയുടെ പിന്തുണയോടുകൂടിയുള്ള ഹമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ്. രാജ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സാധിക്കാത്ത വിധം അവിടെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അതുണ്ടാക്കിയത് താലിബാനാണെന്ന് വേണമെങ്കിൽ പറയാം. താലിബാൻ ഭരണം ഏറ്റെടുത്തതോടുകൂടി പിന്നീട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയി. വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് അവർ നീങ്ങി. ഇപ്പോഴത്തെ കനാലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന $684 മില്യൺ ചെലവ് കണക്ക്. ഇന്ത്യയുടെ കണക്ക് പ്രകാരം വരുന്ന സമയത്ത് ഏകദേശം 5720 കോടിയോളം രൂപ വരും. ഈ പ്രൊജക്റ്റിന് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം വന്നതോടുകൂടിയും പ്രവൃത്തി ആരംഭിച്ചതോടുകൂടിയും എതിർപ്പുമായിട്ട് ഉസ്ബെക്കിസ്ഥാനും തുർക്കമെനിസ്ഥാനും മുന്നോട്ട് വരികയാണ്. അവർ പറയുന്ന കാര്യം, തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് താലിബാൻ ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ കർഷകരെ സാരമായിട്ട് പരുത്തി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വെള്ളം ലഭ്യമാകുന്നതെല്ലാം അല്ലെങ്കിൽ കിട്ടുന്നതെല്ലാം ഈ പറയപ്പെട്ട ആമോ നദിയിൽ നിന്നാണ്. അത് വലിയ രീതിയിൽ ഊറ്റിയെടുക്കുന്ന പ്രവൃത്തി അഫ്ഗാനിസ്ഥാൻ ചെയ്യുമ്പോൾ ഞങ്ങളെ കർഷകരെ സാരമായിട്ട് ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പുതിയ ഡാം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ ഈ അഫ്ഗാൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. എതിർപ്പുമായിട്ട് ഈ രാജ്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തങ്ങളെ സാരമായിട്ട് ബാധിക്കില്ലെന്നും തങ്ങളുടെ ഡാമിൻ്റെ പണികളും ഈ കനാലിൻ്റെ പണികളും പൂർത്തിയാക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞതോടുകൂടി വിഷയം ഒരു തരത്തിൽ രാഷ്ട്രീയമായ രീതിയിൽ ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് മാറുന്നു. മറ്റൊരു തരത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ പാത താലിബാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ അഭിനന്ദന പ്രവാഹം അവർക്ക് ലഭിക്കുന്നു. വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതും താലിബാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ പല ഗ്രാമീണ മേഖലകളൊന്നും വേണ്ടത്ര വിധം വൈദ്യുതി ഇപ്പോഴും കിട്ടുന്നില്ല. ആ മേഖലയിലേക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട ഡാമും അതിൻ്റെ കനാലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം ഉപയോഗിക്കും എന്ന് പറഞ്ഞതോടുകൂടി ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ആശ്വാസവുമായി. സ്വയം പര്യാപ്തത നേടുക എന്നുള്ള തീർച്ചയായിട്ടും ഞങ്ങളുടെ മുദ്രാവാക്യമാണ് എന്ന് താലിബാൻ സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ ഉടനെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 200 വർഷം പഴക്കമുള്ള, പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാബൂൾ എന്ന് പറയുന്ന പ്രദേശം കാബൂൾ ന്യൂ സിറ്റി ആക്കിയിട്ട് മാറ്റുകയാണ്. അതായത് 200 വർഷം പഴക്കമുണ്ട് കാബൂൾ എന്ന് പറയുന്ന സ്ഥലത്തിന്.
അവരുടെ പ്രധാനമായിരിക്കുന്ന തലസ്ഥാന നഗരിയാണ് ഈ പറയപ്പെട്ടത് കാബൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ പഴക്ക കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതിന് പുതിയൊരു സിറ്റി നിർമ്മിക്കുകയാണ്, പുതിയൊരു നഗരം സൃഷ്ടിക്കുന്നു എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇന്നത്തെ കാബൂളിനേക്കാളും ഏകദേശം 1.5 ഇരട്ടി വലിപ്പത്തിൽ 722 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് ഈ പറയപ്പെട്ട പുതിയ നഗരം സൃഷ്ടിക്കുന്നത്. ഗോൾഡൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംവിധാനം നിർമ്മിക്കാൻ അവർ ആലോചിക്കുന്നു. ഏകദേശം 3 മില്യൺ ആളുകൾക്ക് അവിടെ വീട് പണിയും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വിശാലമായിരിക്കുന്ന ഒരു സംവിധാനമാണ്. ബിസിനസ്, അഗ്രികൾച്ചർ, എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ പോലെയുള്ള രാജ്യത്തിന് പുരോഗമനപരമായിരിക്കുന്ന എല്ലാ സംവിധാനവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിർമ്മിക്കപ്പെടുന്നതാണ്. ഏകദേശം 15ഓളം രാജ്യങ്ങളിലെ വികസനപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു തുടർ ചിത്രം അല്ലെങ്കിൽ തുടർ രൂപമാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ചൈനയും പാകിസ്ഥാനും സാമ്പത്തിക ഇടനാഴിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള മറ്റൊരു സംവിധാന പ്രൊജക്റ്റും അതിലേക്ക് തയ്യാറാക്കി വരുന്നു എന്ന് പറയുന്നു. അതായത് അവർ സാമ്പത്തിക ഇടനാഴി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ സുതാര്യത ഉണ്ടാക്കുക എന്നുള്ളത്. $60 ബില്യൺ ഇതിനു വേണ്ടി ഈ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നീക്കിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഈ വ്യവസായ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ 100% വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നീട് റെയിൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന 550 കിലോമീറ്റർ നീളമുള്ള ട്രാൻസ് അഫ്ഗാൻ റെയിൽ പദ്ധതി. $4.8 ബില്യൺ അതിൻ്റെ വില. അതായത് 4,000 കോടി ഇന്ത്യൻ കറൻസിയുടെ വില കണക്കാക്കുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ലോകത്തെ വികസനം കൊണ്ട് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ 2030 അവസാനിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന പ്ലാനും എസ്റ്റിമേറ്റും എടുത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഗോഷ് ടെപ്പ കനാൽ തീർച്ചയായിട്ടും ലോകത്തെ അതിശയിപ്പിക്കും. അഫ്ഗാനിസ്ഥാനിലെ പല പത്രങ്ങളിലും വളരെ പ്രാധാന്യത്തോടു കൂടി വരുന്ന ഹെഡ്ലൈൻ ഇങ്ങനെ തന്നെയാണ്. ഈ ദാര്യ നദിയിൽ നിന്നുള്ള ജലസ്രോതസ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഈ സംവിധാനം ഏകദേശം 5,50,000 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് എത്തുന്നതോടുകൂടി രാജ്യം സ്വയം പര്യാപ്തത 100% നേടും എന്ന് വിശ്വസിക്കുന്നു. വലിയ രീതിയിലുള്ള കാർഷിക മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി മരുഭൂമിയെ ഇടിച്ചു നിരത്തിക്കൊണ്ട് അവിടെ കൃഷിയോഗ്യമാക്കുന്ന സംവിധാനത്തിന് തങ്ങൾ ആക്കം കൂട്ടിയിരിക്കുന്നു, അല്ല തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 285 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കാർഷിക മേഖല തന്നെ അത് സൃഷ്ടിക്കുകയാണ്. അത് മരുഭൂമി പ്രദേശം വെച്ചാൽ ഇതിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രദേശങ്ങളും കുന്നിൻ മേഖലകളും തായ്വാരങ്ങളുമാണ്. കുന്നിൻ മേഖല എന്ന കരിഞ്ഞുടങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളാണ്. അതൊരു കൃഷിയോഗ്യമാക്കുക എന്ന വലിയ പ്രയാസമാണ്. എന്നാൽ തായ്വാരങ്ങളും ലെവലായിരിക്കുന്ന ഭൂമിയാണെങ്കിൽ പോലും അവിടെ പച്ചപ്പില്ലാത്ത രീതിയിൽ മരുഭൂമി പോലെ നിൽക്കുന്ന സ്ഥലമാണ്. ഈ മേഖല എന്ത് ചെയ്യണം? കൃഷിയോഗ്യമാക്കണം. വലിയ സാമ്പത്തിക ചെലവുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ്. അതിന് അവരെന്ത് ചെയ്യുന്നു? ഈ പറയപ്പെട്ട നദി കുറുക്കെ മുറിച്ചുകൊണ്ട് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനമാണ്. ഇത് ആദ്യം പരീക്ഷിക്കപ്പെട്ട ചൈനയിലാണ്. ചൈനയിൽ നദി തുറന്നുകൊണ്ട് നദി കീറിക്കൊണ്ട് പുതിയൊരു നഗരം സൃഷ്ടിക്കുന്ന തരത്തിലാണ് കാർഷിക മേഖല അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. വെള്ളമാണ് കൃഷിയിടത്തിലേക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. ഈ അഫ്ഗാനിസ്ഥാനെ നോക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എവിടെയും കടലുകളില്ല, നദികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കടലിനെ ആശ്രയിക്കാനില്ല, നദികളെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. 2022 ഈ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. 2028 പൂർത്തിയാക്കുമെന്ന് എന്നാണ് പറയുന്നത്. ഡാമിൻ്റെ നിർമ്മാണം ഏറെക്കുറെ 82% പൂർത്തിയാക്കിയിട്ടുണ്ട്. വല്ലാതെ വൈകാതെ അത് പൂർത്തിയാക്കും. അങ്ങനെ ലോകത്തെ അതിശയിപ്പിക്കുന്ന, ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഈ ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പ പ്രശ്നങ്ങളൊന്നും രാജ്യത്തില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി പുതിയതായിരിക്കുന്ന ഒരു രഹസ്യാന്വേഷണ സംവിധാനത്തെ അഫ്ഗാനിലെ താലിബാൻ ഉണ്ടാക്കിയിരിക്കുന്നു. അവർ പറയുന്ന കാര്യം എങ്ങനെയാണ്? ഇനി പോരാടാൻ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിനും പ്രശ്നത്തിനും സമയമില്ല. കാര്യം രാജ്യം വികസിക്കേണ്ടത്, പുരോഗതി പ്രാപിക്കേണ്ടതുണ്ട്. പല ഘട്ടങ്ങളിൽ ഇവർ യുദ്ധം കെടുതി ഉണ്ടാകുന്ന സമയത്ത് രാജ്യം വിട്ടു പോകുന്ന തങ്ങളുടെ പൗരന്മാർ എണ്ണിയാൽ തീരാത്തത്രയാണ്. ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, തങ്ങളുടെ അഫ്ഗാനിസ്ഥാനിലെ പൗരന്മാർ വേറെ ഏതെങ്കിലും രാജ്യത്തിലുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന അഭിപ്രായമാണ് താലിബാൻ ഉള്ളത് എന്നുള്ളതും അവർ പറയുന്നു. ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആദ്യം താലിബാൻ ഭരണം അട്ടിമറിച്ച സമയത്ത് ലോകത്തൊരു രാജ്യവും താലിബാനെ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ആദ്യം അംഗീകരിച്ചത് ചൈനയാണ്.
പിന്നീട് ഒറ്റപ്പെട്ട രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ മുന്നേറ്റത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും വലിയ സാമ്പത്തികം ഇറക്കിക്കൊണ്ട് രാജ്യ പുരോഗതി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു. മുൻപൊന്നും അങ്ങനെയല്ല. മുമ്പ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മുന്നേറാൻ വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ രാജ്യപുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് തങ്ങൾ താല്പര്യം കാണിക്കുന്നത് എന്ന് ഈ അടുത്താണ് താലിബാൻ്റെ മേധാവി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഗോഷ് ടെപ്പ കനാലിനെ കാണാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.